കർത്താവിൻ്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന ഈ നല്ല സമയത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സസന്തോഷം ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ സന്ദേശത്തിലൂടെ കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളെയും നിങ്ങളുടെ നിലവുകളെയും നിങ്ങളുടെ സ്വപ്നങ്ങളെയും നിങ്ങളുടെ ആത്മാക്കളെയും നിങ്ങളുടെ ഭവനത്തെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സന്ദർശിക്കട്ടെ, സ്പർശിക്കട്ടെ. സ്വർഗം നമ്മളോട് അറിയിക്കുവാനുള്ള ദൈവിക ആലോചനകളിലേക്ക് നമുക്ക് നമ്മുടെ കണ്ണും കാതും നമുക്ക് കൂർപ്പിക്കാം. സ്വർഗം നമ്മുടെ ജീവിതത്തിൽ അസാധാരണമായ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുത്തട്ടെ. രാവിലെയും വൈകുന്നേരവും 2 നേരം നടക്കുന്ന ശുശ്രൂഷകളിൽ വളരെ ശ്രദ്ധയോടെ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളെയും ഞാൻ പ്രത്യേകമായി വന്ദനം ചൊല്ലുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന അനുഭവങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി കരയേറ്റുന്നു. ഇന്നത്തെ ചിന്ത നിങ്ങളുടെ ജീവിതങ്ങളെ നവീകരിക്കുന്ന നിലകളിൽ പരിശുദ്ധാത്മാവാക്കി തീർക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഒരുപോലെ ഇതൊരനുഗ്രഹമായി മാറട്ടെ. 4 തോട്ടങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ചിന്തയ്ക്കായി ഞാൻ സമയം വേർതിരിക്കുന്നത്. 4 തോട്ടങ്ങൾ, വിശുദ്ധ ബൈബിളിൽ പറയുന്ന 4 തോട്ടങ്ങളെക്കുറിച്ചാണ്. ആദ്യത്തെ തോട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സൗഭാഗ്യപൂർണമായ ഒരു തോട്ടമായിരുന്നു. ഇന്നത്തെ നമ്മുടെ വിളി എന്തിനാണെന്ന് ചോദിച്ചാൽ സൗഭാഗ്യപൂർണമായ അനുഭവത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ ഈ സന്ദേശം നമ്മൾ ആശീർവാദം പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ലൈഫ് ഒരു സൗഭാഗ്യപൂർണമായ ഒരാത്മീയ അളവിലേക്ക് ഉയരാൻ പോകുകയാണ്. സൗഭാഗ്യപൂർണമായ ഒരു ആത്മീയ അനുഭവം. ഞാൻ എപ്പോഴും ഏത് അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞാലും ഏത് സൗഭാഗ്യത്തെക്കുറിച്ച് പറഞ്ഞാലും ഞാൻ എപ്പോഴും അടുത്തൊരു വാക്ക് കൊണ്ട് നിർത്തുന്നത് ആത്മാവിലേക്കാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു സൗഭാഗ്യപൂർണമായ അനുഭവത്തിൽ ആര് കടന്ന് കയറുന്നോ അവരുടെ ജീവിതത്തിൽ ഭൗതികമാകുന്ന സൗഭാഗ്യപൂർണമായ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. ആമേൻ. ശക്തിയോടെ ആമേൻ പറഞ്ഞേ. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം മുതൽ 16-ാമത്തെ വാക്യങ്ങൾ വരെ നമുക്കൊന്ന് ശ്രദ്ധ കൊടുക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം മുതൽ 16-ാമത്തെ വാക്യം വരെ. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി. താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. നിങ്ങൾ എൻ്റെ കൂടെ വായിക്കണം. ദൈവം ഏദനിൽ വെച്ചുണ്ടാക്കി എന്ന് പറയുന്നില്ല. ഏദൻ ഉണ്ടാക്കിയിട്ട് ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി എന്ന് പറയുന്നു. ദൈവം കൊണ്ട് നിർത്തിയ സ്ഥലം, ദൈവം കൊണ്ടാക്കിയ സ്ഥലം. ശ്രദ്ധിച്ച് കേൾക്കണം, ഭയങ്കര ആത്മീയ അർത്ഥമുണ്ട് ഇതിനകത്തുനിന്ന്. പിടിക്കാമെങ്കിൽ പിടിക്കണം, കത്താമെങ്കിൽ കത്തിക്കണം. ദൈവം കൊണ്ടാക്കിയ മനുഷ്യൻ. അപ്പോൾ ദൈവമാണ് സൃഷ്ടിച്ചത്, ദൈവമാണ് അവൻ എവിടെ നിൽക്കണമെന്ന പദ്ധതി തയ്യാറാക്കിയത്, ദൈവമാണ് അവന് വേണ്ടി തോട്ടം ഉണ്ടാക്കിയത്, ദൈവമാണ് അവനെ അവിടെ കൊണ്ടാക്കിയത്. ദൈവമാ ചെയ്തേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെയും പരിശുദ്ധാത്മാവായ ദൈവം കണ്ടിട്ട് ദൈവം താങ്കളെ ഒരു തോട്ടത്തിൽ കൊണ്ടാക്കിയിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ തോട്ടം ഒരു പക്ഷേ താങ്കൾ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സഭയായിരിക്കാം, ഒരുപക്ഷെ താങ്കൾ ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്ന എഫഥാ ഇൻ ജീസസ് മിനിസ്ട്രീസിന്റെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിരിക്കാം, ഒരുപക്ഷെ താങ്കൾക്കായി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന താങ്കളുടെ പ്രാർത്ഥനാ മുറിയായിരിക്കാം. ഇതെല്ലാം നമ്മുടെ തോട്ടമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം എന്താണോ അതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന തോട്ടം. നിങ്ങൾ ഈ ചാനലിലെ വീഡിയോസ് മാറി കാണുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നിങ്ങൾക്കൊരുക്കിയിരിക്കുന്ന തോട്ടമാണിത്.
നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ മീറ്റിംഗ് കാണാൻ ഒരു ഭയങ്കര വെമ്പലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന തോട്ടമാണിത്. അല്പസമയം നിങ്ങൾക്ക് ലഭിച്ചാൽ ഓടിച്ചെന്ന് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഇരിക്കണമെന്ന് തോന്നുന്നു. ദൈവം നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന തോട്ടമാണത്. ചർച്ച നിങ്ങളുടെ വീടിനടുത്താണ്. അല്പസമയം കിട്ടിയാൽ വീട്ടുകാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് ഓടിച്ചെന്ന് ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്ന ഒരു ശീലമുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന തോട്ടമാണത്. എനിക്ക് കുഞ്ഞിലെ അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അറിയാമോ? വേഗം ക്ലാസ് കഴിഞ്ഞിട്ട് വന്നാൽ വീടിൻ്റെ തൊട്ട് എൻ്റെ കഴുത്തിൻ്റെ മുകളിൽ തല ഇരിക്കുന്ന പോലെയാണ് എൻ്റെ വീടിൻ്റെ തൊട്ട് മുകളിൽ ഒരു അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ചർച്ച ഉണ്ടായിരുന്നു. ഒരു ഓല മേഞ്ഞൊരു ചർച്ചായിരുന്നു. എൻ്റെ പൊന്നു കർത്താവേ, ആ കെട്ടിടം, ആ ഓലയൊക്കെ മാറി അതൊരു കോൺക്രീറ്റ് കെട്ടിടമായപ്പം പൊന്നുമക്കളെ ഞാൻ അവിടെ ആ സാന്നിധ്യം അനുഭവിച്ചിട്ടില്ല. പക്ഷെ ഓലമേഞ്ഞിരുന്ന സമയത്തുള്ള ആ ചർച്ചിൻ്റെ പ്രസൻസ് എന്ന് പറഞ്ഞാൽ അഭിഷേകം പ്രാപിക്കാത്ത കാലഘട്ടത്തിലെ കാര്യം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെന്നിരുന്നാൽ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. ഈ വലിയ വാക്ക് തെറ്റിദ്ധരിക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പ് തന്നാൽ ഞാൻ പറയാം. ദീപു പാസ്റ്റർ വലിയ ചർച്ചകളെ കുറ്റം പറഞ്ഞതാണെന്ന് നിങ്ങൾ വളച്ചൊടിക്കത്തില്ലെങ്കിൽ ഞാൻ പറയാം. വലിയ ചർച്ചകളിലെ ദൈവം ഉള്ളൂ എന്ന് കരുതരുത്. ഓലമേഞ്ഞ പുരയ്ക്കകത്ത് ഞാൻ ഈ ഓലമേഞ്ഞ പുരകൾക്കകത്തുനിന്ന് ഞാൻ സാന്നിധ്യം അനുഭവിച്ചിട്ടുള്ളൂ, അങ്ങനെ പറയാം. എൻ്റെ വീട്ടിൽ നിന്ന് 60 കിലോമീറ്റർ ദൂരെയുള്ളൊരു ഓലമേഞ്ഞൊരു പുരയിൽ കർത്താവ് എന്നെ കൊണ്ടുപോയി. 60 കിലോമീറ്റർ ദൂരമാണെന്ന് ഓർക്കണം. അങ്ങോട്ട് 62, ഇങ്ങോട്ട് 62 കിലോമീറ്റർ. എത്ര കിലോമീറ്റർ ഞാനൊരു ഞായറാഴ്ച വണ്ടി ഓടിക്കുന്നു എന്ന് ഓർക്കണം. ആ ഓലപ്പുരയ്ക്കകത്ത് പോയിരുന്നപ്പോഴാണ് ദൈവശക്തിയെക്കുറിച്ച് ദൈവം എന്നെ പഠിപ്പിച്ചത്. ദൈവശക്തി. ദൈവം നമുക്ക് ചില ഘട്ടങ്ങളിൽ, ചില സമയങ്ങളിൽ തോട്ടങ്ങൾ ഒരുക്കും. മക്കളെ, ആ തോട്ടം നമ്മൾ ഇതാണോ തോട്ടം? 10 പേർക്ക് തികച്ചിരിക്കാൻ പറ്റാത്ത ഒരു തോട്ടം, ഓർഗനില്ലാത്ത തോട്ടം, ഡ്രം സെറ്റ് ഇല്ലാത്ത തോട്ടം, മൈക്കില്ലാത്ത തോട്ടം. ഈ തോട്ടം ഉണ്ടല്ലോ, ഈ എഫദ ഇൻ ജീസസ് മിനിസ്ട്രീസിന്റെ ഈ തോട്ടത്തിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഇങ്ങനൊരു വിഷ്വൽ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല, ഇങ്ങനൊരു സൗണ്ട് ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല, ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല. തോട്ടം. പക്ഷെ അന്ന് ഞങ്ങൾ അനുഭവിച്ച സാന്നിധ്യം, ഞാനത് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു സാന്നിധ്യം, ചോദ്യം ചെയ്യാതെ ദൈവം കൊണ്ടാക്കിയ ഇടത്ത് നിൽക്കുന്ന വ്യക്തികളെ ദൈവം ആദരിക്കും. എന്നാൽ നിങ്ങൾ ആ ദൈവം കൊണ്ടാക്കി എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. 9-ാമത്തെ വാക്യം. കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തുനിന്ന് മുളപ്പിച്ചു. ശ്രദ്ധിച്ചേ, കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും. കാണാൻ ഭംഗിയുള്ള, കാണാൻ കഴിയുമായിരുന്ന മനുഷ്യൻ. ഇതൊക്കെ സ്പിരിറ്റിൽ നിങ്ങളൊന്ന് വിവേചിക്കണം. കാണാൻ കഴിയുമായിരുന്ന മനുഷ്യൻ, തിന്മാൻ കൊള്ളാമെന്നുള്ള, അപ്പോൾ ടേസ്റ്റ് അറിയാൻ കഴിയുമായിരുന്ന മനുഷ്യൻ. ഇന്നും മനുഷ്യൻ കാണുന്നുമുണ്ട്, തിന്നുന്നുമുണ്ട്. പക്ഷേ എല്ലാം വയറിന് കൊള്ളാവുന്നതല്ല, എല്ലാം ആത്മാവിന് കൊള്ളാവുന്നതല്ല, എല്ലാം ശരീരത്തിന് കൊള്ളാവുന്നതല്ല. ഇന്നും മനുഷ്യൻ കാണുന്നുണ്ട്, എന്നാൽ എല്ലാം ഓർത്തിരിക്കാൻ കൊള്ളാവുന്നതല്ല, എല്ലാം കണ്ണിന് ഒപ്പിയെടുക്കാൻ കൊള്ളാവുന്നതല്ല. ഈ സൗഭാഗ്യപൂർണമായ ഈ തോട്ടത്തിനകത്ത് എന്തോ ഒരട്ടിമറി നടന്ന കാലം മുതൽ ഞാൻ പറഞ്ഞ ആശയത്തിലേക്ക് കാര്യങ്ങൾ മാറാൻ തുടങ്ങി. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, സംശയമില്ല. ദൈവം മനുഷ്യന് സൗഭാഗ്യപൂർണമായ ഒരു അനുഭവം ആഗ്രഹിച്ചു, സംശയമില്ല. അതനുഭവിക്കാൻ വേണ്ടി ദൈവം സൗഭാഗ്യപൂർണമായ ദൈവത്തിന്റെ തോട്ടത്തിലേക്ക് മനുഷ്യനെ ദൈവം തന്നെ കൊണ്ടാക്കി, സംശയമേ ഇല്ല. എന്നാൽ ഈ തോട്ടത്തിനകത്താണ് മനുഷ്യൻ അട്ടിമറിക്കപ്പെട്ടത്.
നിങ്ങൾ തോട്ടത്തിൽ നിൽക്കുമ്പോൾ തന്നെ പല അട്ടിമറികൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവം വിളിച്ച വിളിയിൽ നിൽക്കുന്നു, ദൈവം പറഞ്ഞ വിശുദ്ധിയിൽ നിൽക്കുന്നു, ദൈവം പറഞ്ഞ തോട്ടത്തിൽ, ദൈവമാക്കിയ തോട്ടത്തിൽ നിൽക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കാത്ത ഒരു കാര്യം സംഭവിക്കുന്നു, ഒരട്ടിമറി സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ, എന്തോ ദൈവം ആക്കാത്ത ഒന്ന് ആ തോട്ടത്തിനകത്തേക്ക് പ്രവേശിച്ചു. നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലാണെങ്കിലും, മക്കളെ നിങ്ങൾ ആകേണ്ട തോട്ടത്തിനകത്ത് നിങ്ങൾ ആക്കി വെച്ചു എങ്കിലും ഒരട്ടിമറി മക്കളുടെ മാനസിക നിലകളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം അനുവദിക്കാത്ത എന്തോ ഒന്ന്, ഒരു പ്രവേശനം അവരിലേക്ക് ഉണ്ടായി. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുമതി കൊടുത്തില്ലെങ്കിലും എന്തോ ഒരു പ്രവേശനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. തോട്ടം എന്നത് ഫലഭൂഷ്ടിയെ കാണിക്കുന്ന ഒന്നാണ്, ഭംഗിയെ കാണിക്കുന്ന ഒന്നാണ്, ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു അനുഭവത്തെ കാണിക്കുന്ന ഒന്നാണ് തോട്ടം. ഗാർഡൻ ഭംഗിയെ കാണിക്കുന്നു, ആ ഒരു പ്ലന്റി ആയിട്ടുള്ള ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു അനുഭവത്തെ കാണിക്കുന്നു, മനോഹരമായ ഒരു അന്തരീക്ഷത്തെ കാണിക്കുന്നു, നല്ലൊരു ക്ലൈമറ്റിനെ കാണിക്കുന്നു. ഇതൊക്കെ തോട്ടത്തെ കുറിക്കുന്നതാണ്. എന്നാൽ ഈ അനുഗ്രഹീത അനുഭവത്തിലേക്ക് കർത്താവ് കൊണ്ടുപോയ മനുഷ്യന്റെ തോട്ടത്തിന്റെ അനുഭവത്തെ മാറ്റിയ ഒരവസ്ഥയെ ഇതേ ഉൽപ്പത്തി പുസ്തകം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ അനുമതിയോടെയോ അനുമതി അല്ലാതെയോ നമ്മുടെ ദൈവം തന്ന തോട്ടത്തിനകത്ത് ഇന്ന് ശത്രു പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ, ആത്മാവുള്ളവൻ ഇന്ന് അതിനെ ശാസിച്ച് പുറത്തിറക്കാൻ പോകുകയാണ്. ആത്മാവുള്ളവൻ ഇന്ന് ശാസിച്ചതിനെ പുറത്തിറക്കാൻ പോകുകയാണ്. പ്രൈസ് ടു ജീസസ്. നിങ്ങൾ ഓർക്കണം, ഹവ്വായെയും ആദമിനെയും ശത്രു വലയിലാക്കിയത് കണ്ണ് കുത്തിപ്പൊട്ടിച്ചിട്ടല്ല, കണ്ണ് കാണാകുന്ന സമയത്താണ്. നാവ് വെട്ടിക്കളഞ്ഞിട്ടല്ല, നാവ് കൊണ്ട് ടേസ്റ്റ് അറിയാവുന്ന സ്പിരിറ്റിൽ എടുത്താൽ മതി കേട്ടോ ഞാൻ പറയുന്ന കാര്യം. ആദ്യമ മനുഷ്യന് നാവ് ഉണ്ടായിരുന്നോ എന്നൊന്നും ഇപ്പൊ ചോദിച്ചേക്കരുത്. പ്രൈസ് ടു ജീസസ്. അവർക്ക് ടേസ്റ്റ് വചനം പറയുന്നു, കാണാൻ ഭംഗിയുള്ളത്, തിന്മാൻ രുചിയുള്ളത്. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പറയാം. സ്തോത്രം. അപ്പോ ഇതെല്ലാം ഉണ്ടായിരുന്ന സമയത്താണ് ശത്രു അവരുടെ കാണാവുന്ന കണ്ണ് കെട്ടി, രുചിക്കാവുന്ന നാവ് കെട്ടി, ഗ്രഹിക്കാവുന്ന ആത്മാവിനെ കെട്ടി അവൻ അതിനകത്ത് പ്രവേശിച്ചത്. പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ, കർത്താവ് എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു? അയ്യോ, എനിക്കിങ്ങനെയൊന്നും പറ്റുന്നതല്ലല്ലോ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഇങ്ങനെയൊന്നും എൻ്റെ ജീവിതത്തിൽ ഇതിനു മുന്നേ ഉണ്ടായിട്ടുള്ളതല്ലല്ലോ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? സുഹൃത്തെ, എന്തോ ദൈവം ആക്കാത്ത ഒന്ന് ഇഴഞ്ഞ് കയറി എന്ന് പറയാതെ വയ്യ. ദൈവം ആക്കാത്തതൊന്ന് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ തോട്ടത്തിൽ ഇഴഞ്ഞ് കയറി എന്ന് പറയാതെ വയ്യ. എന്നാൽ ഇന്ന് ഇഴഞ്ഞ് കയറിയതിനെ കൽപ്പിച്ചു പുറത്താക്കാൻ സ്വർഗം ചിലർക്ക് അധികാരം തരാൻ പോവുകയാണ്. ഇഴഞ്ഞ് കയറിയതിനെ കൽപ്പിച്ചു പുറത്താക്കാൻ സ്വർഗം ചിലരെ അധികാരപ്പെടുത്താൻ പോകുകയാണ്. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലാണോ, നിങ്ങളുടെ ഫാമിലി ലൈഫിലാണോ, നിങ്ങളുടെ ആത്മീയ ശുശ്രൂഷയിലാണോ, നിങ്ങളുടെ ചേർച്ചിലാണോ, നിങ്ങളുടെ ഓഫീസിലാണോ, നിങ്ങളുടെ കരിയറിലാണോ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലാണോ, നിങ്ങളുടെ മനോവികാര ഇച്ഛാമണ്ഡലങ്ങളിലാണോ, നിങ്ങളുടെ ശരീരത്തിലാണോ, നിന്റെ പെർമിഷൻ ഇല്ലാതെ, നിന്റെ അറിവില്ലാതെ നിന്നെ വഞ്ചിക്കുന്ന ആത്മാവ് നിന്റെ സൗഭാഗ്യപൂർണമായിരുന്ന തോട്ടത്തിനകത്ത് കയറി അവൻ തുള്ളനെ പോലെ, വിട്ടിലിനെ പോലെ, പച്ചപ്പുഴുവിനെ പോലെ ചിലത് കൊത്തി തിന്നെങ്കിൽ, ചിലത് കരണ്ട് തിന്നെങ്കിൽ, ഇന്ന് ആത്മാവുള്ള മനുഷ്യൻ അതിനെ കൽപ്പിച്ച് പുറത്തിറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആത്മാവുള്ള മനുഷ്യൻ അതിനെ കൽപ്പിച്ച് പുറത്തിറക്കട്ടെ. ആത്മാവുള്ള മനുഷ്യൻ അതിനെ കൽപ്പിച്ച് പുറത്തിറക്കട്ടെ. ദൈവം നിങ്ങൾക്ക് തന്ന ഭവനം നിങ്ങളുടെ തോട്ടമാണ്. ദൈവം നിങ്ങൾക്ക് തന്ന സഭ നിങ്ങളുടെ തോട്ടമാണ്. ദൈവം നിങ്ങൾക്ക് തന്ന ബന്ധങ്ങൾ, ഡിവൈൻ കണക്ഷൻസ് നിങ്ങളുടെ തോട്ടമാണ്. ദൈവം നിങ്ങൾക്ക് തന്ന കാലിബർ, ദൈവം നിങ്ങൾക്ക് തന്ന പൊട്ടൻഷ്യൽ, ദൈവം നിങ്ങൾക്ക് തന്ന എബിലിറ്റി, ദൈവം നിങ്ങൾക്ക് തന്ന ടാലന്റ്, ദൈവം നിങ്ങൾക്ക് തന്ന ജോലി നിങ്ങളുടെ തോട്ടമാണ്. നീ സൗഭാഗ്യപൂർണമായി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന തോട്ടം. എന്നാൽ ആ തോട്ടത്തിനകത്ത് കയറിയ, ഇഴഞ്ഞു കയറിയ, ഊഴ്ന്ന് കയറിയ കള്ളന്റെ ആത്മാവുണ്ടെന്ന് നീ തിരിച്ചറിയുന്നെങ്കിൽ, ഈ വചനം നിന്നോട് അങ്ങനെ സംസാരിക്കുന്നെങ്കിൽ, സൗഭാഗ്യപൂർണമായ ഒരു അനുഭവത്തിൽ നിനക്ക് ജീവിക്കാമായിരുന്നിട്ടും അതിന് കഴിയാത്തതുപോലെ പെട്ടെന്ന് അതിനകത്ത് അസ്വാരസ്യങ്ങൾ കൊണ്ടുവന്ന്, പെട്ടെന്ന് അതിനകത്ത് വിഷം കലർത്തിയ, പെട്ടെന്ന് പാല് പോലെ ഇരുന്നതിനകത്ത് നഞ്ച് കലർത്തിയ ദുരാത്മ സാന്നിധ്യം നീ സെൻസ് ചെയ്യുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അതിനെ ശാസിക്കാം.
അന്തരാലകർത്തന ശബ്ദൽ പ്രബൽഖബനഘടക ശാസികതിനെ യേശുവിന്റെ നാമത്തിൽ. അത് നമ്മുടെ ഭവനത്തിൽ നിന്നാണെങ്കിൽ കടക്കാൻ പറ പുറത്ത്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ. അന്ന് ഇത് ആദം ഹവ്വ ചെയ്തിരുന്നെങ്കിൽ, ഇങ്ങനൊരവസ്ഥ മാനവരാശിക്ക് ഉണ്ടാകുകയില്ലായിരുന്നു. എന്നാൽ ഇന്ന് താങ്കൾ അത് ചെയ്യാതിരിക്കരുത്. എൻ്റെ ഭവനം ഒരു ഏതനായി കർത്താവ് കാണുന്നുവെങ്കിൽ, എൻ്റെ ഭവനം ഒരു ഏതനായി കർത്താവ് കാണുന്നുവെങ്കിൽ, അതിനകത്ത് കടന്നിരിക്കുന്ന തിന്മയുടെ ശക്തികൾ, ആ തോട്ടത്തിന്റെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള അനുഭവങ്ങൾ, അതൊരു പക്ഷേ നിങ്ങളുടെ മക്കളുടെ ഭാവിയായിരിക്കും ആ ഫ്രൂട്ട്ഫുൾ ആയിട്ട് കാണേണ്ടത്. നിങ്ങളുടെ ലൈഫായിരിക്കാം, നിങ്ങളുടെ ഫിനാൻസ്, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ യാത്രകൾ, നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ സുരക്ഷിതത്വം, നിങ്ങളുടെ ഹെൽത്ത്, ഇതിന്മേലെല്ലാം ഇന്ന് ശത്രു ഇഴഞ്ഞ് കയറിയിട്ടുണ്ടെങ്കിൽ, നാസറയനാം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ അതിനെ ശാസിക്കുന്നു എന്ന് പറയുവാൻ ആർജവമുള്ളവൻ വായി തുറന്ന് സംസാരിച്ചു തുടങ്ങട്ടെ. In the powerful name of God. എത്ര ദൈവമക്കൾക്ക് സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? ആമേൻ. സൗഭാഗ്യപൂർണമായ ഒരു അനുഭവത്തിൽ ദൈവം നമ്മളെ ആക്കി വെച്ച സ്ഥലമാണ് ദൈവത്തിന്റെ ഏദൻ. പത്താമത്തെ വാക്യം നോക്കിയേ, വചനം വ്യക്തമായിട്ട് പറയുന്നു, തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. ദൈവത്തിന്റെ തോട്ടം നനപ്പാൻ, മനുഷ്യനെ ആക്കിയ തോട്ടം നനപ്പാൻ അവിടെ മോട്ടറും പൈപ്പും ഒന്നും കണക്ട് ചെയ്തില്ല, ഒരു നദി തന്നെ പുറപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ദൈവത്തോട് കൂടെ നിൽക്കുന്ന സമയം കാര്യങ്ങൾക്ക് ദൈവീകമായ തീർപ്പുകൾ കൽപ്പിക്കും. തോട്ടമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തോട്ടം ഡ്രൈ ആവും. തോട്ടമാണ്, മരങ്ങളുണ്ട്, പഴങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മണ്ണ് ഡ്രൈ ആവും. പക്ഷെ വചനം പറയുക, നീ ഡ്രൈ ആകും, നിന്റെ മണ്ണ് ഡ്രൈ ആകും, നിന്റെ ഫലം രുചിയില്ലാതെ വരും എന്നറിയുന്ന ദൈവം അതിനെ നനപ്പാൻ ഒരു തോട്ടം ഏദനിൽ നിന്ന് പുറപ്പെടുവിച്ചു എന്ന് പറയുന്നു. ദൈവത്തോടുകൂടി അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ നനവ് അനുഭവിക്കാൻ പറ്റും. ചില തോട്ടങ്ങൾ ഇന്നും ഡ്രൈ ആയി തന്നെ ഇരിക്കുന്നതിന്റെ കാരണം അതിനകത്ത് നുഴഞ്ഞു കയറിയ കടന്നു കയറിയ ദുർശക്തികളെ അറിയാത്തത് കൊണ്ടും ദൈവം ആ തോട്ടത്തിന്റെ ഒഴുക്കിനെ നിലപ്പിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടുമാണ്. പക്ഷേ ഇന്ന് ഉറപ്പിക്കണം, എൻ്റെ തോട്ടത്തിലേക്ക് ദൈവത്തിൻ്റെ നദി ഒഴുകാൻ തുടങ്ങിയേ പറ്റൂ. ദൈവത്തോടു കൂടെ ചേർന്നിരിക്കുന്ന തോട്ടമാണെങ്കിൽ ദൈവം തുറന്ന നദി നിന്റെ തോട്ടത്തിനകത്തെത്തും. ശത്രു വഴിയിൽ എത്ര അണ കെട്ടി വെച്ചാലും ശരി, അണയ്ക്ക് മുകളിലൂടെ ഒഴുകുന്നൊരു നദിയായത്. ഗ്ലോറി. എത്ര പ്രാർത്ഥിച്ച ദൈവസാന്നിധ്യത്തിൽ നിറഞ്ഞിരുന്ന വ്യക്തിയാ, പക്ഷെ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, വചനം ഒന്ന് കേട്ടു തുടങ്ങുമ്പോൾ തന്നെ അകത്തുനിന്നൊരു കത്തൽ വന്നുകൊണ്ടിരുന്ന വ്യക്തിയെ, പക്ഷെ ഇപ്പോൾ അതൊക്കെ ഇപ്പൊ ചെവിയുടെ അടുത്ത് വന്ന് ഫയർ എന്ന് പറഞ്ഞാലും കോട്ടുവായിട്ട് ഉറങ്ങുന്ന ഒരു അനുഭവത്തിലാണെങ്കിൽ, തീ കത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞാലും തീക്കകത്തും തലയണ വെച്ച് ഉറങ്ങുന്ന ഒരു അനുഭവമാണെങ്കിൽ, എവിടെയോ നിങ്ങളുടെ ഒഴുക്കിനെ ശത്രു അണകെട്ടി തടഞ്ഞിട്ടുണ്ട്. തോട്ടമാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ഇത് ഡ്രൈ ആകുമ്പോൾ എനിക്കറിയാൻ പറ്റും. ഈ പ്ലാറ്റ്ഫോം ഡ്രൈ ആകാൻ അങ്ങനെ വിട്ടുകൊടുക്കാറില്ല. ഈ പ്ലാറ്റ്ഫോം ഡ്രൈ ആകുമ്പോൾ എനിക്കറിയാൻ പറ്റും, എന്തോ ഒരു സാധനം ഇതിനകത്ത് കയറിയിട്ടുണ്ട്. പിന്നെ അതിനെ പ്രാർത്ഥിച്ച് അഴിച്ച് പുറത്ത് കളഞ്ഞ് അതിനെ നശിപ്പിച്ച് കളഞ്ഞിട്ടല്ലാതെ ഞാനിവിടെ കിടന്നുറങ്ങിയ ചരിത്രമില്ല. അല്ല, ഈ തോട്ടം ഡ്രൈ ആകാനുള്ള തോട്ടമല്ല, കൃത്യമായിട്ട് നനഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ട ഒരു തോട്ടമാണ്. കർത്താവിൻ്റെ വരവ് വരെ ഉണ്ടാകണമെന്ന് എൻ്റെ പ്രാർത്ഥന. സ്തോത്രം. തോട്ടമാണ്, അവിടെയും നനവിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങളെങ്ങനാ വീട്ടിലൊരു കീര വിത്ത് കൊണ്ടിട്ടിട്ട്, ഒരു കറിവേപ്പില കൊണ്ട് നട്ടിട്ട്, ഒരു ചാമ്പ മരം കൊണ്ട് നട്ടിട്ട്, ഒരു മാങ്ങാത്തൈ കൊണ്ട് നട്ടിട്ട്,
ഫലം കായ്ക്കുന്നവരെ വെള്ളം ഒഴിക്കുമോ, ഫലം കായ്ച്ചതിന് ശേഷം വെള്ളം ഒഴിക്കുമോ? ഫലം കായ്ച്ചതിന് ശേഷം വെള്ളം. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, മഴ കിട്ടി നനയുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുവാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കാനൊന്നും പോകാറില്ല. പിന്നെ നനവ് കിട്ടുന്ന പ്രദേശമാണെങ്കിലും വെള്ളം ഒഴിക്കാറില്ല. പക്ഷെ അല്ലാതെ നമുക്ക് ഫലം തരേണ്ടതാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊണ്ടേയിരിക്കണം. രണ്ടാമത്തെ കാര്യം, വെള്ളം ഒഴിച്ചു വളർത്തുന്നവരുമുണ്ട്, ഒഴിക്കാതെ വളർത്തുന്നവരുണ്ട്. ഒഴിച്ചു വളർത്തി നോക്കിക്കേ, ആ ചെടികൾക്ക് തന്നെ നമ്മളോടൊരു പ്രത്യേക കൂറും സ്നേഹമായിരിക്കും. അത് ഫലം തരുന്ന രീതിക്ക് വ്യത്യാസം വരും. ഈ ചെടികൾക്ക് ജീവനുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? നിങ്ങളിതൊരു 1000 പ്രാവശ്യം 1001ാമത്തെ പ്രാവശ്യമായിരിക്കും എൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നത്. ചെടികൾക്ക് ജീവനുണ്ടെന്നറിയാവോ? അവയ്ക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റുമെന്നറിയാവോ? അത് നമ്മളോട് സംസാരിക്കും എന്നുള്ള കാര്യം അറിയാവോ? ഇതൊക്കെ ഇന്നിവിടെ ആദം അപ്പച്ചനുണ്ടെങ്കിൽ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിച്ച് തന്നേനെ. ആദം അപ്പച്ചനോട് ചോദിക്കായിരുന്നു, സിംഹത്തിൻ്റെ ഭാഷ അറിയാവോ? അറിയാം. പുലിയുടെ ഭാഷ അറിയാവോ? അറിയാം. പൂച്ച എന്താ സംസാരിക്കുന്ന മനസ്സിലാവും. കാക്ക എന്താ പറഞ്ഞോട് പറന്നു പോയെന്നറിയാവോ? അറിയാം. ഇതൊക്കെ അറിയാവുന്നൊരു മനുഷ്യനായിരുന്നു. അതൊക്കെ ഇന്ന് പോയി. ഇപ്പൊ പൂച്ച മ്യാവെന്ന് വിളിച്ചതേ അതിന് വിശക്കുന്നോണ്ടാന്ന് പറയും. അത് മ്യാവ് പറഞ്ഞ വേറെ കാര്യത്തിനായിരിക്കും, നമുക്ക് പിടികിട്ടിയില്ല. ഇതിന്റെ ലാംഗ്വേജ് ഒക്കെ അറിയാവുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട് നമ്മുടെ ഉള്ളിൽ. മരത്തിന്റെ ഭാഷ, സസ്യങ്ങളുടെ ഭാഷ, മൃഗത്തിന്റെ ഭാഷ, പക്ഷികളുടെ ഭാഷ അറിയാവുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു ഈ ഭൂമിയിൽ. ഇന്നും ഉണ്ട്. പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഈ സ്പിരിറ്റ്, സോൾ, ബോഡി എന്ന ബൈബിൾ തത്വത്തിൽ നിന്ന് നമ്മൾ ബോഡി, സോൾ, സ്പിരിറ്റ് എന്നൊരു ലെവലിലോട്ട് മാറിയതുകൊണ്ട് നമുക്കത് പിടികിട്ടുന്നില്ലെന്നേ ഉള്ളൂ. എന്നാൽ ഇന്നും അതിന് കൃപയുള്ളവരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. കേട്ടിട്ടുണ്ട്. ഇന്നും മൃഗങ്ങളുടെ ഭാഷ മനസ്സിലാക്കുന്ന ദൈവദാസന്മാരുണ്ട്, പക്ഷികളുടെ ഭാഷ മനസ്സിലാക്കുന്ന ദൈവദാസന്മാരുണ്ട്. കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. ആരാന്നൊന്നും എനിക്ക് അറിയത്തുമില്ല. അതുകൊണ്ട് ഒത്തിരി ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. രണ്ടാമത്തെ ഞാൻ പിടിക്കാൻ പോവാ. ദൈവം എൻ്റെ തോട്ടത്തിലേക്ക് ഒരു നദി നനയ്ക്കാൻ വേണ്ടി തുറന്നിട്ടുണ്ടെങ്കിൽ, അത് പകുതി വഴിയിൽ വെച്ച് അണകെട്ടി വേറെ വഴിക്ക് വെട്ടിത്തിരിച്ചു വിടുന്ന ദുർശക്തികളുണ്ടെങ്കിൽ, ദുഷ്ട മനുഷ്യരുണ്ടെങ്കിൽ, ഇന്നതിന് ദൈവാത്മാവ് വിലക്ക് കൽപ്പിക്കാൻ പോവുക. അങ്ങനെയുണ്ട്. നല്ല നനവുള്ള തോട്ടമാണെങ്കിലും പകുതി വഴിയിൽ വെച്ച് നമ്മളിലേക്ക് വരാനുള്ള നനവിനെ വഴിയിൽ വെച്ച് ബ്ലോക്ക് ചെയ്ത് നമുക്ക് നനവ് കിട്ടണ്ട, പുള്ളിക്ക് നനവ് കിട്ടണ്ട, വേറെ വഴിക്ക് പൊക്കോട്ടെ എന്ന് പറഞ്ഞ് പല ദൂഷണങ്ങളും പറഞ്ഞ് തോടിനെ വഴിതിരിച്ച് വിടുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ കയ്യിലേക്ക് വരാനുള്ള നന്മ ഇപ്പൊ കൊടുക്കുമൊന്നും വേണ്ട, ഇപ്പൊ ആളിച്ചിരി നല്ല രീതിയിലാണ് ജീവിക്കുന്നത്, ഇപ്പൊ ഭയങ്കര സംഭവം, എന്തിനാ കൊടുക്കുമൊന്നും വേണ്ട, കൊടുക്കുന്നതിനെ പോലും കുറച്ച് കളയിക്കുന്ന, ഇപ്പൊ വേണ്ടാന്ന് വിലക്കുന്ന, അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയിക്കുന്ന, പുള്ളിയൊന്നും നമ്മൾ കൺസിഡർ ചെയ്യണ്ട എന്ന് പറയിക്കുന്ന ചില ദുർശക്തികൾ നടുവിൽ നിന്ന് നിന്റെ തോട്ടത്തിലോട്ടുള്ള നനവിനെ തടയുന്നുണ്ടെങ്കിൽ, ദൈവപൈതലെ, നിങ്ങൾ അതിൽ വിചാരപ്പെടേണ്ട, നിങ്ങൾ അതിൽ വിഷമിക്കേണ്ട. ഈ തോട്ടം വഴി വെട്ടിത്തിരിച്ചത് അവരുടെ ദോഷത്തിനാന്ന് മാത്രം ഓർത്താൽ മതി. എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്, എനിക്ക് കുറേയൊക്കെ കേട്ട് പരിചയമുണ്ട്. ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നവരെ കൂടെ മനസ്സ് പറഞ്ഞ് മടുപ്പിക്കും, ദൂഷണം കൊണ്ടുവരും. ഒരു വ്യക്തിയെ ഒന്ന് കൈപിടിച്ച് ഉയർത്താന്ന് ചിന്തിക്കുന്നവനെ കൂടെ പറഞ്ഞു ധരിപ്പിച്ച് ആ വ്യക്തിയെ പിന്നെ പരിഗണിപ്പിക്കാതെ വരും. ദൈവത്തെ ഓർത്തിനി പുള്ളിയെ വിളിച്ചേക്കല്ലേ എന്ന് പറയിക്കുന്ന ആൾക്കാർ വരും. മക്കളെ, ഫലമുണ്ട്. ഇത് തോട്ടമാണല്ലോ, തോട്ടമാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൃഷി അവിടെ കാണും. ഇത് ഫലം ഉള്ളതാന്ന് കണ്ടാൽ ഇവനെങ്ങാനും ഭയങ്കര ഇതായിപ്പോയാലോ എന്ന് പറഞ്ഞ് വഴി തിരിച്ചു വിടും. ഒരു ദൂത് ഞാൻ പറയട്ടെ, നട്ടത് ദൈവമാണെങ്കിൽ നനയ്ക്കാൻ കർത്താവ് ഈ നദിയിലൂടെ വെള്ളം ഒഴുകാൻ അനുവദിച്ചില്ലെങ്കിൽ ഭൂഗർഭജലമെങ്കിലും തുറന്ന് നിന്നെ നനച്ച് സ്വർഗം ഫലമുള്ളതാക്കി മാറ്റും. ഹല്ലേലൂയ. നട്ടത് ദൈവമാണെങ്കിൽ, സുഹൃത്തെ, ഇത് ആരോടോ ഉള്ള ദൂതാ കേട്ടോ, ഇത് ആരോടോ ഉള്ള ദൈവശബ്ദമാണ്. നിന്നെ ദൈവം ഒരിടത്ത് നട്ടിട്ടുണ്ടെങ്കിൽ, താങ്കളെ ദൈവം ഒരിടത്ത് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, താങ്കളുടെ വായിൽ പ്രാർത്ഥനയെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, താങ്കളുടെ മേലൊരു പ്രാർത്ഥനയുടെ ആത്മാവ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വെള്ളം കിട്ടാത്ത മരുഭൂമിയിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും, കഴിഞ്ഞ ദിവസം ഒരു ഖദിരമരത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, ആരും തൊട്ടിക്ക് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ടല്ല ഖദിരമരം അവിടെ വളർന്നു പൊങ്ങിയത്, ആരും അവിടെ അതിനെ പരിപാലിച്ചിട്ടല്ല ഈ നട്ടുവെയിലിൽ അത് വളർന്നത്.
എന്നാൽ അതിനെപ്പോലും ആലയത്തിന്റെ തടികളും പലകകളുമാക്കാൻ ദൈവം തെരഞ്ഞെടുത്തതുപോലെ നിന്നെ ദൈവം നിർത്തിയിരിക്കുന്നത് ഒരു മരുഭൂമിയുടെ അനുഭവത്തിനകത്താണെങ്കിലും നിന്റെ വേരിന് നനയ്ക്കാനുള്ള സാധനം കർത്താവ് ആരും കാണാതെ അടിയിൽ കൂടെ കൊണ്ടുവരും. ഇത് ദൈവത്തിന്റെ മക്കളെ ദൈവം പോറ്റുന്ന വ്യത്യസ്തമായ രീതിയാണ്. ആരും കാണാതെ നനവ് നിനക്ക് തട്ടാൻ പാടുള്ളെങ്കിൽ ദൈവം അങ്ങനെയും ചെയ്യും. 10 പേര് കാണുക നീ നനയണമെങ്കിൽ സ്വർഗം അങ്ങനെയും ചെയ്യും. ഓ ഹല്ലേലൂയ. തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. ഞാനിപ്പോൾ ഒരു തോട്ടത്തിൽ തന്നെ നിൽക്കുവാണല്ലോ, 4 തോട്ടത്തെക്കുറിച്ച് പറയാമെന്നും പറഞ്ഞു പോയി. ഞാനിപ്പോഴും ഒരു തോട്ടത്തിൽ തന്നെ നിൽക്കുക. ഇതിനകത്ത് ഭയങ്കര ആശയങ്ങൾ കർത്താവ് തരുന്നുണ്ട്. തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. അത് അവിടെ നിന്ന് 4 ശാഖയായി പിരിഞ്ഞു. ഒന്നാമത്തേതിന് പീശോൻ എന്ന് പേർ, അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു. ഓക്കെ, ഞാൻ അതിനെ വായിക്കുന്നില്ല. അങ്ങനെ കർത്താവ് 4 ശാഖകളായി ഒരു തോട്ടത്തെ തിരിച്ചു. 4 ദിക്കിലേക്ക് 4 ശാഖകളായി ചെന്ന് ആ തോട്ടത്തെ കവർ ചെയ്യുന്ന ദൈവത്തിന്റെ നദി. ഞാനൊരു ദൂത് പറയാം. ഒരു വശത്തുനിന്ന് വെള്ളം വന്നില്ലെങ്കിലും മറ്റു വശത്തുകൂടെ വെള്ളം വന്ന് നിങ്ങളെ നനച്ചെത്ര അനുഭവങ്ങളുണ്ടല്ലേ. ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് ആശ്വാസം കിട്ടിയില്ലെങ്കിലും മറ്റൊരു വ്യക്തിയിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കാതിരുന്നില്ല. ഒരിടത്തു നിന്ന് നമുക്ക് പ്രാർത്ഥനാ സഹായം കിട്ടിയില്ലെങ്കിലും മറ്റൊരിടത്തു നിന്ന് നമുക്ക് പ്രാർത്ഥനാ സഹായം കിട്ടാതിരുന്നില്ല. ഒരിടത്തു നിന്ന് നമുക്ക് മറുപടി കിട്ടിയില്ലെങ്കിലും മറ്റൊരിടത്തു നിന്ന് മറുപടി കിട്ടാതെ ഇരുന്നില്ല. ദൈവം എത്ര വിശ്വസ്തനാണ്. ദൈവം തോട്ടം സ്ഥാപിച്ചിട്ടിട്ട് വിദേശത്ത് ടൂറ് പോയിരിക്കുന്ന ദൈവമല്ല. തോട്ടം സ്ഥാപിച്ച ദൈവത്തിന് നനവ് ആവശ്യമുണ്ടെന്നും അറിയാമായിരുന്നു. നിന്നെ വിളിച്ച ദൈവത്തിന് നിന്റെ ആവശ്യങ്ങൾ എന്താണെന്നറിയാം. താങ്കളെ വിളിച്ച ദൈവത്തിന് നിങ്ങളുടെ അവസ്ഥകൾ എന്താണെന്നറിയാം. താങ്കളെ വിളിച്ച ദൈവത്തിന് നിങ്ങൾക്ക് എന്തു വേണമെന്നറിയാം. തക്ക സമയത്ത് അവിടുന്ന് അത് കരുതിക്കൊള്ളും. അവൻ്റെ ബലമുള്ള കരത്തിൻ്റെ കീഴിൽ താണിരിപ്പേൻ. രണ്ടാമത്തെ തോട്ടത്തെക്കുറിച്ച് ബൈബിൾ പറയുകയാണ്, ഗെത്ശമന തോട്ടം. ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപം നിമിത്തം അവിടെ വീണ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. ഓക്കെ, തോട്ടം ഏദൻ എന്ന തോട്ടം മനുഷ്യനു വേണ്ടി ദൈവം സൃഷ്ടിച്ച സമൃദ്ധപൂർണമായ സൗഭാഗ്യപൂർണമായ ഒരു തോട്ടമായിരുന്നെങ്കിൽ ഗെത്ശമന എന്നത് എൻ്റെ കർത്താവിൻ്റെ കണ്ണുനീർ വീണ തോട്ടമായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ തോട്ടത്തിനകത്ത് കണ്ണുനീർ വീഴുന്നത് ഒരിക്കലും നിങ്ങൾ കരുതരുത് അതൊരു ശാപമാണെന്ന്. ചില കണ്ണുനീരാണ് ദൈവത്തിൻ്റെ ദൂതന്മാരെ പോലും നമ്മുടെ തോട്ടത്തിനകത്തേക്ക് വിളിച്ചിറക്കുന്നത്. നിങ്ങളൊന്ന് വായിച്ച് ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാമത്തെ അധ്യായം 39 മുതലുള്ള വാക്യങ്ങൾ. 22-ാമത്തെ അധ്യായം 39. 22-ാമത്തെ അധ്യായം ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാമത്തെ അധ്യായം പിന്നെ 39-ാമത്തെ വാക്യം. പിന്നെ അവൻ പതിവ് പോലെ ഒലിവ് മലയ്ക്ക് പുറപ്പെട്ടു പോയി. ഒരു സ്തോത്രം ചെയ്തേ. സ്തോത്രം. ഹല്ലേലൂയ. ഷാൽബ്രാക്കാസിയ. പിന്നെ അവൻ പതിവ് പോലെ ഒലിവ് മലയ്ക്ക് പുറപ്പെട്ടു പോയി. ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ആ സ്ഥലത്ത് എത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. താൻ അവരെ വിട്ടൊരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. 43-ാമത്തെ വാക്യം ശ്രദ്ധേയമാണ്. അവനെ ശക്തിപ്പെടുത്തേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. അവൻ പ്രാർത്ഥന കഴിഞ്ഞെഴുന്നേറ്റു ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു. അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ട് അവരോട്, നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. തോട്ടം നമ്മൾ എഴുന്നേൽക്കേണ്ട സ്ഥലമാണ്. ഏതെങ്കിലും മാവിൻ്റെ മരം നിലത്ത് വീണ് കിടന്ന് ഫലം കായ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും മാങ്ങാ തരുന്ന മാവ് നിലത്ത് വീണ് കിടന്ന ഫലം അല്ല. മാവിൻ്റെ ഭംഗി എന്താന്ന് ചോദിച്ചാൽ
അത് നിവർന്നു നിൽക്കുന്നതും പല ശാഖകളായി പിരിഞ്ഞിരിക്കുന്നതും അതിൻ്റെ ഫലം കായ്ച്ചു കിടക്കുന്നതും തന്നല്ലേ? എന്നാൽ വീണ് കിടന്ന ഫലം തരുന്ന ഏതെങ്കിലും മാവിനെ കണ്ടിട്ടുണ്ടോ? കർത്താവ് പറയുകയാണ്, തോട്ടം നമ്മൾ ഉണർന്നിരുന്ന് കാക്കേണ്ട സ്ഥലമാണ്. തോട്ടം പരീക്ഷകൻ അകത്ത് കടക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ്. തോട്ടം പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കേണ്ട, മീൻസ് നനയ്ക്കേണ്ട സമയത്ത് നനയ്ക്കണം. കള പറിച്ചു കളയേണ്ട സമയത്ത് പറിച്ചു കളയണം. പുഴു കുത്തി തുടങ്ങുന്ന സമയത്ത് അതിനെ എടുത്ത് പുറത്ത് കളയണം. തോട്ടത്തിനകത്ത് ഒരുപാട് ശുശ്രൂഷകൾ അതിൻ്റെ കാര്യങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൊണ്ടു നട്ടു തിരിഞ്ഞു നോക്കിയില്ല വെച്ചാൽ പട്ട് കഴിഞ്ഞു 10 ദിവസം കഴിഞ്ഞ് നമ്മൾ മനസ്സിലാക്കത്തുള്ളൂ ഇത് കരിഞ്ഞു പോയോ എന്ന് ചിന്തിക്കത്തുള്ളൂ. പക്ഷെ കർത്താവ് പറയുന്നു, ഗെത്സമന എന്ന തോട്ടത്തിലേക്ക്, ഒലിവുമലയ്ക്ക് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരെയും കൊണ്ട് കർത്താവായ യേശു കടന്നു ചെല്ലുമ്പോൾ ഗെത്സമന എന്ന തോട്ടത്തിനകത്ത് യേശുവിൻ്റെ വിയർപ്പ് തുള്ളികൾ വലിയ വലിയ രക്തത്തുള്ളികളായി വീഴുന്ന നിലവാരത്തിലേക്ക് വീണു എന്ന് പറയുന്നു. തോട്ടം പ്രാർത്ഥനയുടെ ഒരു സ്ഥലമായിരിക്കട്ടെ. നിങ്ങൾക്ക് കർത്താവ് തന്നിരിക്കുന്ന തോട്ടം എന്താണ്? അവിടെ കർത്താവായ യേശു അവിടെ പറഞ്ഞു വെക്കുന്നത് നോക്കിയേ. അവിടെ വളരെ വികാര നിർഭരമായ ഒരു നിമിഷത്തിൽ യേശു കർത്താവ് ഏകനായി ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിച്ചെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് വചനം പറയുന്നു, തൻ്റെ പ്രാർത്ഥന തോട്ടത്തിലേക്ക് ദൂതനെ ഇറക്കുന്ന നിലവാരത്തിലേക്ക് ദൈവം ഉയർത്തി. തോട്ടത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഗെത്സമന എന്ന തോട്ടം ഇത്രത്തോളം ശ്രദ്ധിക്കപ്പെടാൻ കാരണം കർത്താവ് അവിടെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. സുഹൃത്തേ, നിങ്ങളുടെ ഭവനം ഇന്ന് ഒത്തിരി നിന്ദിക്കപ്പെടുന്ന, നിങ്ങളുടെ വീട്ടുകാരും നിങ്ങളുടെ വീടും ഇന്ന് ഒത്തിരി അപമാനിക്കപ്പെടുന്ന, നിന്ദിക്കപ്പെടുന്ന ഒരു ദോഷകരമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും ഈ സന്ദേശം നിങ്ങളുടെ കാതുകളിൽ എത്തുന്നത്. എന്നാൽ അതിനകത്ത് അതിശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന മതി ആ തോട്ടത്തിനകത്ത് ദൂതനിറങ്ങാൻ. ദൂതനിറങ്ങിക്കഴിഞ്ഞാൽ വചനം പറയുന്നു, അവനെ ശക്തിപ്പെടുത്തി. അർത്ഥം എന്താണ്? വേദന കൊണ്ട്, നിരാശ കൊണ്ട്, ഇവിടെ ശരീരത്തിന് മുറിവേറ്റിട്ടല്ല, വീണ് കയ്യോ കാലോ ഒടിഞ്ഞിട്ടല്ല, ശുശ്രൂഷയിൽ ആക്ഷേപം വന്നിട്ടല്ല, പരിശുദ്ധാത്മാ വിട്ടുപോയിട്ടല്ല, കർത്താവിൻ്റെ നിര്യാണത്തോടനുബന്ധപ്പെട്ട് മാനസികമായി താൻ വളരെ തകർന്നിരിക്കുന്ന ഒരു അനുഭവത്തിൽ കൂടെ കൂട്ടിക്കൊണ്ടുപോയ ശിഷ്യന്മാർ പോലും വിഷാദത്താൽ നിദ്രാഭാരം കൊണ്ട് അവർ ഉറങ്ങിക്കളഞ്ഞ സന്ദർഭത്തിൽ ഏകനായി നിന്നുകൊണ്ട് മൽപ്പിടുത്തം നടത്തി പ്രാർത്ഥിക്കേണ്ടി വരുന്ന കർത്താവിൻ്റെ ദീനരോദനമാണ് ഈ തിരുവെഴുത്തിനകത്ത് വായിക്കാൻ കഴിയുന്നതെന്നുണ്ടെങ്കിൽ, താൻ അവിടെ ഏകനാണെന്ന് ഞാൻ പറഞ്ഞു എങ്കിലും വിശുദ്ധ ബൈബിൾ പറയുന്നു അവൻ ഏകനല്ലായിരുന്നു. അവൻ അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം അവൻ്റെ അരികിലേക്ക് ബലപ്പെടുത്തുവാൻ ദൂതനെ ഇറക്കി. ഒരു ചർച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് ശിഷ്യന്മാരുണ്ട്, അസിസ്റ്റൻസ് എല്ലാം കിടന്നുറങ്ങുന്ന സമയത്തും തന്നെ ബലപ്പെടുത്തുവാൻ കാരുണ്യവാനായ ദൈവം തൻ്റെ സന്നിധിയിൽ നിന്നൊരു ദൂതനെ പുത്രൻ്റെ അടുക്കിലേക്ക് അയക്കാൻ മടിച്ചില്ല. പ്രിയപ്പെട്ട സുഹൃത്തെ, പലരും നമ്മുടെ അരികിലൊക്കെ ഉണ്ടെന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ ധൈര്യപ്പെടും. പക്ഷേ പലരും നമ്മുടെ ജീവിതത്തിൽ ഓഫായിരിക്കുന്ന അനുഭവമായിരിക്കും, ഉറങ്ങിയിരിക്കുന്ന അനുഭവമായിരിക്കും. ഒരു പ്രാർത്ഥന പോലും അവരിൽ നിന്ന് നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ മാത്രം കിടന്ന് മല്ലുപിടിക്കേണ്ട സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. എന്നാൽ ദൈവാത്മാവ് പറയുന്നു, പരിശുദ്ധാത്മാവ് പറയുന്നു, വ്യത്യസ്തമായ ഒരു അനുഭവം പുലർത്താൻ താങ്കൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ അരികിൽ ദൈവം ദൂതനെ ഇറക്കിയിരിക്കും. ദൈവം ദൂതനെ ഇറക്കിയിരിക്കും. എല്ലാ തോട്ടങ്ങളിലും ദൂതൻ ഇറങ്ങിയില്ല. എല്ലാ തോട്ടങ്ങളിലും, ഏദൻ എന്ന തോട്ടത്തിൽ സാത്താൻ കയറിയപ്പോൾ ദൂതൻ ഇറങ്ങിയില്ല. സാത്താൻ കയറിയപ്പോൾ ദൈവം പോലും ഇറങ്ങിയില്ല. സാത്താൻ കയറുന്നു എന്നറിഞ്ഞിട്ടും ദൈവം ഇറങ്ങിയില്ല. സാത്താൻ കയറി എന്നറിഞ്ഞിട്ടും ദൂതനും ഇറങ്ങിയില്ല. പക്ഷേ ഗെത്സമന എന്ന തോട്ടത്തിൽ ചരിത്രത്തിൽ കുറിക്കേണ്ട ചില കാര്യങ്ങൾ ആവശ്യമുണ്ടെന്നറിഞ്ഞ് യേശു പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ, താൻ കരഞ്ഞപ്പോൾ, തൻ്റെ ഉള്ളം കലങ്ങിയപ്പോൾ, തൻ്റെ വിയർപ്പ് ഗ്രന്ഥികൾക്കുള്ളിലൂടെ ചോര
വിയർപ്പുതുള്ളിയായി നിലത്തു വീണ ഘട്ടം വന്നപ്പോൾ ദൈവം മൗനമായിട്ടിരുന്നില്ല, ദൈവം മിണ്ടാതിരുന്നില്ല, ദൈവം കൈ ചലിപ്പിക്കാതിരുന്നില്ല, ദൈവം വായ തുറക്കാതിരുന്നില്ല, ദൈവം കൽപ്പന പുറപ്പെടുവിക്കാതിരുന്നില്ല. അവൻ തൻ്റെ ദൂതനെ പുത്രന്റെ അരികിലേക്ക് ഇറക്കി. പ്രിയപ്പെട്ട ദൈവ പൈതലെ, പരിശുദ്ധാത്മാവ് ആരോടോ പറയുന്നു, ഈ നാളുകളിൽ ഗെത്സമന തോട്ടത്തിലെ യേശുക്രിസ്തുവിന്റെ അതിവേദന പോലെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങൾക്കകത്തേക്ക് പ്രാർത്ഥിക്കേണ്ടവർ പോലും ഉറക്കം നടിക്കുന്ന സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് പ്രാർത്ഥിച്ചേ പറ്റൂ എന്നൊരു നിർബന്ധം നിങ്ങളുടെ മേൽ കിടക്കുന്നത് കൊണ്ട്, പ്രാർത്ഥിച്ചില്ലെങ്കിൽ മരിച്ചു പോകുമെന്ന് നിങ്ങൾക്കറിയാമെന്നുള്ളത് കൊണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, നിങ്ങളുടെ വേദന അതിവേദന ആയതുകൊണ്ട്, നിങ്ങൾ കരയുന്നത് കൊണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങുന്നത് കൊണ്ട്, സഹായഹസ്തമായി മറ്റൊരിടത്തു നിന്നും നീട്ടാൻ ഒരു കൈകളും ഇല്ല എന്നുള്ളത് കൊണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദൂതൻ ഇറങ്ങേണ്ട സെന്ററുകളിൽ ഇറങ്ങിയിരിക്കും, ദൂതൻ ഇറങ്ങേണ്ട റൂമുകളിൽ ഇറങ്ങിയിരിക്കും, ദൂതൻ ഇറങ്ങേണ്ട ഡിപ്പാർട്ട്മെന്റിൽ ഇറങ്ങിയിരിക്കും, ദൂതൻ ഇറങ്ങേണ്ട രാജ്യങ്ങളിൽ ഇറങ്ങിയിരിക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൂതന്മാർ യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. In the mighty name of Jesus. Almighty Father, ഗെത്സമന എന്ന തോട്ടം, നാൽപ്പത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്ക് ഇത്രയും സ്തോത്രം ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. മൂന്നാമത്തെ തോട്ടം എന്താണെന്ന് ചോദിച്ചാൽ കാൽവറിയിലെ തോട്ടം. കാൽവറിയിലെ തോട്ടം യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 41-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ അധ്യായം 41-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 41-ാമത്തെ വാക്യം. അവർ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം അവനെ സുഗന്ധവർഗത്തോടുകൂടെ ശീല പൊതിഞ്ഞു കെട്ടി. അവനെ ക്രൂശിച്ച സ്ഥലത്തു തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിൽ മുമ്പേ ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു. ആ കല്ലറ സമീപമാകൊണ്ട് അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വെച്ചു. കർത്താവിൻ്റെ കല്ലറ വസിക്കുന്ന തോട്ടം, ഇന്നും തുറന്നു കിടക്കുന്ന കല്ലറ, തോട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ കല്ലറ. ഈ തോട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? സാക്ഷാൽ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ ഇറങ്ങി പുത്രനെ അൺലോക്ക് ചെയ്ത് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോയൊരു തോട്ടമാണ്. ഹല്ലേലൂയ. ഒരു ദൂത് അതിനകത്തുണ്ട്. ദൈവം ഇറങ്ങി ഒരു വാതിൽ തുറന്നാൽ, ഇന്നും നിങ്ങൾ ഇസ്രായേലിൽ പോയി നോക്കിക്കോ, ഇന്നും ആ തോട്ടം പോയി പരിശോധിച്ചോ, ആർക്കും ഒരു മില്ലിമീറ്റർ പോലും നീക്കി ആ കല്ലിൻ്റെ ആ ഉരുളൻ കല്ലിനെ, ആ പരന്ന കല്ലിനെ നീക്കി വെക്കാൻ ഇന്നും ആരും തയ്യാറായിട്ടില്ല. കാരണം ദൈവം തുറന്നതാണ്. സുഹൃത്തെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ആരൊക്കെ കൂടെയോ ചേർന്നെടുത്ത് അടക്കം ചെയ്ത അനുഭവത്തിലായിരിക്കും എന്നെ കേൾക്കുന്നത്. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ അടക്കപ്പെട്ടു പോയി കാണും. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം, നിങ്ങളുടെ സന്തോഷകരമായ ജീവിതം, നിങ്ങളുടെ നല്ല കൂട്ടായ്മ, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ വചനവായന, നിങ്ങളുടെ ഐക്യതയുള്ള സ്വഭാവം, നിങ്ങളുടെ നല്ല പെരുമാറ്റം, നിങ്ങളൊന്ന് ചിരിച്ച ഒരു മുഖം, ഇതൊക്കെ അടക്കപ്പെട്ട അനുഭവത്തിൽ എന്നെ കേൾക്കുകയാണെങ്കിൽ, ദൈവം നിന്നെ ആക്കിയ തോട്ടത്തിൽ നിന്ന് ഈ ശബ്ദം നിന്റെ കാതുകളിൽ എത്തുന്നത് പുത്രനെ ഉയർപ്പിച്ചതുപോലെ ഇനി ഒരിക്കലും അടയ്ക്കാത്ത നിലയിൽ, ഇനി ഒരിക്കലും അടഞ്ഞു പോകാത്ത നിലയിൽ, ഇനി ഒരിക്കലും പഴയ രൂപത്തിലേക്കോ അവസ്ഥയിലേക്കോ താങ്കൾ തിരിച്ചു പോകരുത് എന്ന നിലയിൽ ദൈവം ഇറങ്ങി തുറക്കുന്ന ഒരു നിമിഷവും ഒരു സന്ദേശവുമാണിത്. ഹല്ലേലൂയ. അടച്ചു കളഞ്ഞു, അടക്കം ചെയ്തു, ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾ അവനെ കൊന്നു എന്നൊക്കെ പറഞ്ഞ് റോമിലെ പട്ടാളക്കാർ ഒത്തിരി അങ്ങ് പ്രകമ്പനം കൊണ്ടപ്പോൾ മൂന്നാമത്തെ നാൾ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് തോട്ടത്തിൽ ഇറങ്ങി.
ദൈവാക്കി വെച്ചിട്ടുള്ളവർ ഏതു തോട്ടത്തിലുണ്ടോ, ഏതു തോട്ടത്തിലാണോ അവരെ അടക്കം ചെയ്തിരിക്കുന്നത്, ആ തോട്ടത്തിൽ നിന്ന് ഉയർപ്പിക്കാൻ എൻ്റെ കർത്താവ് തന്നെ മതി. കാരണം ദൈവമാണ് മനുഷ്യൻ്റെ സൃഷ്ടാവ്, അല്ല സകലത്തിൻ്റെയും സൃഷ്ടാവ്. അതുകൊണ്ട് ദൈവം ജീവിക്കണം എന്നാഗ്രഹിക്കുന്നതിനെ അടക്കം ചെയ്യാൻ ഒരു കിങ്ഡത്തിനും കഴിയത്തില്ല. ബിക്കോസ് വി ആർ ലിവിങ് ഇൻ ഹെവൻലി കിങ്ഡം. ഇന്ന് എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? എൻ്റെ അടക്കം ചെയ്ത കല്ലറകളെ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോവുക. ഞാൻ ആത്മാവിലാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം അടക്കം ചെയ്ത അവസ്ഥയിലാണെങ്കിൽ, നിങ്ങളുടെ കൂട്ടായ്മ അടക്കം ചെയ്ത അവസ്ഥയിലാണെങ്കിൽ, നിങ്ങൾക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം അടക്കം ചെയ്ത് കളഞ്ഞ അവസ്ഥയിലാണെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ ആത്മാവിൽ പറയുകയാണ് സുഹൃത്തെ, സ്വർഗമിറങ്ങി ആ കല്ലറ തുറക്കാൻ പോവുക. ആ തോട്ടത്തിൽ നിന്നെ അടക്കം ചെയ്ത വാക്കുകളെ ദൈവം ഖണ്ഡിക്കും. ആ തോട്ടത്തിൽ നിന്നെ അടച്ചു വെച്ച മുദ്രകളെ ദൈവം ക്യാൻസൽ ചെയ്യും. ആ തോട്ടത്തിൽ നിന്നെ ഫലം കായ്ക്കാത്ത തരത്തിൽ ഒതുക്കിക്കളഞ്ഞ അവസ്ഥകളെ ദൈവം ക്യാൻസൽ ചെയ്യും. ഇന്ന് സ്വർഗം ആർക്കൊക്കെയോ വേണ്ടി ദൂത ജീവൻ വെപ്പിക്കുകയാണ്. ഹല്ലേലൂയ. The last one ദൈവത്തിൻ്റെ തോട്ടം. ദൈവത്തിൻ്റെ തോട്ടം. വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായം. വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യം. Revelations chapter 22 verse 1 to 5. വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായം. വീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്കിക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വീതം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്കുതകുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കും. അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവൻ്റെ മുഖം കാണും. അവൻ്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും. ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിച്ചിരിക്കുന്നത് കൊണ്ട് വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ഇത് കർത്താവിൻ്റെ തോട്ടത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ തോട്ടത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം വെളിപ്പെടുത്തുകയാണ്. വീണ്ടെടുക്കപ്പെട്ട മനുഷ്യജാതി അവിടേക്ക് കടന്നു ചെല്ലുമെന്നും അത് ദൈവത്തിൻ്റെ തോട്ടമാണെന്നും, അതെ, വിളക്കിൻ്റെ വെളിച്ചമോ ബൾബിൻ്റെ വെളിച്ചമോ ഇലക്ട്രിസിറ്റിയിലൂടെ പ്രവർത്തിക്കുന്ന യാതൊരു ഊർജത്തിൻ്റെയോ ആവശ്യമില്ലാതെ ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് ശോഭിക്കുന്ന കർത്താവിൻ്റെ തോട്ടം, ദൈവത്തിൻ്റെ സന്നിധി, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ദൈവത്തിൻ്റെ സന്നിധി, കണ്ണുനീരില്ലാത്ത സന്നിധി, മുറവിളിയില്ലാത്ത സന്നിധി, കുറ്റപ്പെടുത്തലില്ലാത്ത സന്നിധി, തോൽവിയില്ലാത്ത സന്നിധി, മരണമില്ലാത്ത സന്നിധി, അന്ധകാരമില്ലാത്ത സന്നിധി, ആ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് പോകാനാണ് ദൈവം നമ്മളെല്ലാവരെയും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാ ദിവസവും അനുദിനം വചനം കൊണ്ട് കഴുകുന്നത്, തൻ്റെ ശക്തി കൊണ്ട് പുതുക്കുന്നത്. ഈ തോട്ടത്തിൽ നമ്മളെ ദൈവമാക്കി വെച്ചിരിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ ശക്തിയിൽ ജീവിക്കുന്നില്ല എങ്കിൽ നമുക്കൊരിക്കലും കർത്താവിൻ്റെ ഈ തോട്ടത്തിലേക്ക് പോകാൻ, ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന പർദീസായിലേക്ക് നമുക്ക് പോകാൻ കഴിയുകയില്ല. ദൈവമക്കളെ, ഈ ലോകത്തിലുള്ളതെല്ലാം നശ്വരമാണ്. ഇതൊന്നും നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാനൊക്കത്തില്ല. അവിടെ കൊണ്ടുപോയി നല്ല ചാമ്പങ്ങ കായ്ക്കുന്ന മരമാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് ഒരു ചാമ്പത്തൈ പോലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ കേൾക്കുന്നതിന് നിങ്ങൾ മൂല്യം കൽപ്പിക്കുക. ഈ ലോകത്തിലെ എല്ലാ നിക്ഷേപവും മാഞ്ഞു പോവും, നശിച്ചു പോവും, അത് പോകും. പക്ഷേ സ്വർഗീയ നിക്ഷേപമോ അത് നശിച്ചു പോകത്തില്ല. ദൈവം നമ്മളെ ഒരു തോട്ടത്തിലാക്കി. സൗഭാഗ്യപൂർണമായ തോട്ടമാണ്, സൗഭാഗ്യപൂർണമായ തോട്ടമാണ്. ഏദനിൽ വേല ചെയ്യാൻ തന്നെ ദൈവം മനുഷ്യനെ ആക്കിയത്. ഏദനിൽ വേല ചെയ്യാൻ തന്നെയാണ് മനുഷ്യനെ ആക്കിയത്. പക്ഷെ ആ മനുഷ്യന് ജോലി ചെയ്യാൻ പറ്റി, അവർക്ക് ജീവിക്കാനുള്ള സംഭവം കിട്ടി, അവരവിടെ സുരക്ഷിതമായി കുടുംബമായി ജീവിച്ചു വന്നു. ആദം ആൻഡ് ഹവ്വ ജീവിച്ചു വന്നു. ഒരു കാലഘട്ടം വരെ അവർ ചെയ്ത ജോലിക്ക് പരാതിയില്ല.
എനിക്ക് ജോലി ഭാരം കൂടുതലാന്ന് പറഞ്ഞതായിട്ട് ബൈബിൾ പറയുന്നില്ല. ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ലെന്ന് പറയുന്നില്ല. എനിക്ക് പ്രൊമോഷൻ കിട്ടിയില്ലെന്ന് പറയുന്നു. ഒന്നും പരാതിയില്ലാത്ത ഏദൻ്റെ അകത്താണ് സഡൻലി കള്ളം കയറിയത്. അങ്ങനല്ലേ ദൈവമക്കളെ? നമ്മുടെയൊക്കെ ജീവിതം വളരെ സന്തോഷകരമായി പ്രാർത്ഥിച്ച് നമ്മൾ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും സഡൻലി ഇങ്ങനെയുള്ള ചില കള്ളന്മാർ കയറി ഏദനെ അടക്കം ചെയ്ത കല്ലറ പോലെ ആക്കി വെക്കുന്നത്. പക്ഷേ ഏതൊരു മനുഷ്യൻ ഭവനത്തിനകത്ത് ഗെത്സമന തോട്ടത്തിൽ യേശു പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു, ആ ഒലിവ് മലയിൽ യേശു പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു, അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുകയും പല ഉത്തരമില്ല എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടുകയും ചെയ്യും. പക്ഷെ അതിന് കർത്താവ് തന്നെ അവിടെ പറയുന്നൊരു വാക്കിതാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ. ആരെങ്കിലും തോട്ടത്തിനകത്ത് ദൈവം ആക്കിയിട്ട് ഇപ്പോൾ കിടന്നുറങ്ങുന്ന അവസ്ഥയിലുണ്ടോ? തോട്ടത്തിനകത്താണ് ദൈവം ആക്കി വെച്ചേക്കുന്നത്. പക്ഷെ തോട്ടത്തെ പരിപാലിക്കാൻ കഴിയാതെ, തോട്ടത്തെ പരിപാലിക്കാൻ അറിഞ്ഞുകൂടാതെ, തോട്ടത്തിനകത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം എന്ന് കർത്താവ് പറഞ്ഞിട്ടും ഇപ്പോഴും നിങ്ങൾ കിടക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ സുഹൃത്തെ, കിടന്ന് ഫലം കായ്ച്ച മരങ്ങളില്ല. കിടന്ന് ഫലം കായ്ച്ച മരങ്ങളില്ല, നിലനിന്ന് ഫലം കായ്ച്ച മരങ്ങളേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം നമ്മെ കൊണ്ടുപോകുന്നത് ദൈവത്തിൻ്റെ സൗഭാഗ്യപൂർണമായ തോട്ടത്തിലേക്കാണ്. ഈ ഭൂമിയാകുന്ന തോട്ടത്തിൽ, ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ്, നമ്മളാക്കി വെച്ചിരിക്കുന്ന ഓരോ തോട്ടത്തിലാണ്. നിങ്ങൾ കാണുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ദൈവം തന്ന തോട്ടമാണ്. നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന സൊസൈറ്റി, നമ്മുടെ ഈ ഭവനം എല്ലാം തോട്ടമാണ്. അതിനകത്ത് ഒരു സമ്പൂർണമായ അനുഭവം ഉണ്ടാകണമെങ്കിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം നമുക്ക് വേണം. നമ്പർ 1. നമ്പർ 2, ദൈവത്തിൻ്റെ തോട്ടത്തിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഈ പുസ്തകം പറയുന്ന കാര്യങ്ങൾക്കകത്ത് നമുക്കൊരു ഐഡിയ വേണം. ഇന്ന് എത്ര പേർ തയ്യാറാണ്? ഒരു കാര്യമുണ്ട്, തോട്ടം തന്നിട്ട് വെള്ളം നീ കുഴിച്ചെടുത്തോന്ന് ദൈവം പറഞ്ഞിട്ടില്ല. തോട്ടം തന്നിട്ട് തോട്ടം നനയ്ക്കാനുള്ള ഏദനിലേക്കുള്ള നദിയും എൻ്റെ ദൈവം തന്നെ തുറന്നിട്ടുണ്ട്. പക്ഷേ ആ നദിയുടെ ഒഴുക്ക് പലപ്പോഴും നീ അറിയാതെ പോകുന്നുണ്ടോ? ആ നദി നിങ്ങളെ നനയ്ക്കാൻ വരുമ്പോഴും നിങ്ങളത് കാണാതെ പോകുന്നുണ്ടോ? അല്ല, ഈ നദിയുടെ ഒഴുക്ക് നിങ്ങളിലേക്ക് എത്താതെ വണ്ണം ആരെങ്കിലും അടച്ചു വെച്ചിട്ടുണ്ടോ? എന്നാൽ ഇന്ന് ആ തടസ്സത്തെ സ്വർഗം ക്യാൻസൽ ചെയ്യാൻ പോവാണ്. വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളും ഇന്ന് ഒരാമേൻ പറഞ്ഞ് നിങ്ങൾ ആ നദി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക. ആ നദിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക. ഷാൽബ്രാക്കായ ലമൗറിയാംസേ, ആ നദിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക. ഒരു നദി പുറപ്പെടുന്നത് എവിടെയൊക്കെയോ ഡ്രൈ ആയി കിടക്കുന്ന ദൈവമക്കളെ നനയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നീ ആത്മീയമായി വരൾച്ച അനുഭവിക്കുന്നുണ്ടോ? നിന്റെ ഭവനത്തിനകത്തൊരു സമാധാനം ഇല്ലാത്ത അവസ്ഥയിലാണോ? നിനക്കൊരു തണുപ്പിനായി ദൈവം ഒരു നദി അയക്കുകയാണ്. താങ്കൾ അത് കേൾക്കുവാൻ ദൈവം താങ്കളോട് സംസാരിച്ചിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഡ്രൈനസ് ഉണ്ടോ? വല്ലാതെ സ്റ്റിഫായിരിക്കുന്ന ഒരു അനുഭവത്തിലാണോ ഇപ്പോൾ? മനപ്രയാസം കൊണ്ടും നിരാശ കൊണ്ടും ദുഃഖം കൊണ്ടും നിങ്ങളാകെ തകർന്നിരിക്കുന്ന, എന്ത് ചെയ്യണമെന്നറിയാത്തൊരു അനുഭവത്തിലാണ്. ഒരു നദി പുറപ്പെടുന്നു, സുഹൃത്തെ. ഒരു നദി ഒഴുകുന്നു, ജീവന്റെ നദി ഒഴുകുന്നു. നിനക്ക് ദാഹിക്കുന്നില്ലേ? ശമരിയാക്കാരിയോട് യേശു പറയുന്നത് പോലെ, ദാഹിക്കുന്നുവെങ്കിൽ എൻ്റെ അടുക്കലേക്ക് വരിക. തോട്ടത്തിനകത്താക്കിയ താങ്കൾ എവിടെയെങ്കിലും മാറിപ്പോയോ? തോട്ടത്തിനകത്ത് ദൈവം നട്ട താങ്കൾ എവിടെയെങ്കിലും സ്ഥാനം തെറ്റിയോ? ദൈവത്തിൽ നിന്ന് നീ അകന്നുവോ? നീ പാപം ചെയ്തിട്ട് ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ട്, അവന്റെ പ്രസൻസ് ഈ തോട്ടത്തിനകത്ത് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ നീ എവിടെയെങ്കിലും ഒളിച്ചുവോ? അത്തിയില കൊണ്ട് അരയാട ഉണ്ടാക്കിയ ആദം ഹവ്വമാരെ പോലെ ഞാൻ സ്വന്തമായി കാര്യങ്ങൾ ചെയ്തോളാം, എനിക്ക് കഴിയും എന്ന് പറഞ്ഞ് നീ സ്വന്തത്തിൽ ആശ്രയിച്ചോ? ഇതാ ദൈവം നിന്നെ നനയ്ക്കാൻ.
പുറപ്പെട്ടിട്ടുണ്ട്. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന നല്ല ദൈവം. പ്രിയപ്പെട്ട സുഹൃത്തേ, ദാഹിക്കുന്നവൻ്റെ അരികിലേക്ക് ആ വെള്ളവുമായി ഒഴുകുകയാണ് ഈ സമയം. നിങ്ങളുടെ തലമുറകളാണോ ഈ തോട്ടത്തിൽ നിന്ന് അകന്നു പോയത്? നിങ്ങളുടെ മക്കളാണോ ഈ തോട്ടത്തിൽ നിന്ന് അകന്നു പോയത്? നിങ്ങളുടെ മക്കളാണോ ഇപ്പോൾ ഈ പ്രതിസന്ധിയൊക്കെ അനുഭവിക്കുന്നത്? അവരെ കർത്താവിൻ്റെ സമക്ഷം കൊണ്ടുവരിക. അവരെ കർത്താവിൻ്റെ സമക്ഷം കൊണ്ടുവരിക. കർത്താവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരിക. വിശ്വസിക്കുന്ന ദൈവമക്കളെ, അവരെ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരിക. അവിടുന്ന് നനയ്ക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനാകുന്നു. അവിടുന്ന് നനയ്ക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഡ്രൈനസ് നിങ്ങൾ അനുഭവിക്കുന്നുവോ? സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട്, ജീവിതത്തിലെ പരാജയങ്ങൾ കൊണ്ട്, വെല്ലുവിളികൾ കൊണ്ട് നിങ്ങൾ ഈ ഡ്രൈനസ് അനുഭവിക്കുന്നുവോ? ഒരു നദി പുറപ്പെടുന്നു. ഒരു നദി പുറപ്പെടുന്നു. ഒരു നദി പുറപ്പെടുന്നു. 4 ശാഖകളായി പിരിയുന്നു. 4 ശാഖകളായി പിരിയുന്നു. ഇതാ കിഴക്കിരുന്ന് എന്നെ കേൾക്കുന്നവരിലേക്ക് ഈ നദി ഒഴുകുന്നു. പടിഞ്ഞാറിരുന്ന് ഈ വചനം കേൾക്കുന്നവരിലേക്ക് ഈ നദി ഒഴുകുന്നു. തെക്കിരുന്ന് ഈ വചനം കേൾക്കുന്നവരിലേക്ക് ഈ നദി ഒഴുകുന്നു. വടക്കിരുന്ന് ഈ വചനം കേൾക്കുന്നവരിലേക്ക് ഈ നദി ഒഴുകുന്നു. 4 ശാഖകളായി പിരിയുന്നു. പ്രാർത്ഥിച്ചേ അപ്പാ, എന്നിലേക്ക് ഒഴുകണമെന്നൊന്ന് പറഞ്ഞേ. എന്നിലേക്ക് ഒഴുകണമെന്നൊന്ന് പറഞ്ഞേ. എന്നിലേക്ക് ഒഴുകണമപ്പാ എന്നൊന്ന് പറഞ്ഞേ. സമാധാനമായി, സ്വസ്ഥതയായി, സൗഖ്യമായി, വിടുതലായി എന്നിലേക്ക് ഒഴുകണമേ എന്നൊന്ന് പറഞ്ഞേ. നിന്നിലേക്ക് ഒഴുകാതെ വണ്ണം ശത്രു കെട്ടി അടച്ച സകല അണക്കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ പൊട്ടുന്ന സമയമായത്. ഈ നദിയും ഈ സമാധാനവും ഈ സ്വസ്ഥതയും താങ്കൾ അനുഭവിക്കരുത് എന്ന നിർബന്ധത്താൽ സാത്താൻ ചെയ്ത സകല കർമ്മങ്ങളും യേശുവിന്റെ നാമത്തിൽ അടിവേരോടെ ക്യാൻസൽ ആകുന്ന ടൈമാണ്. Come on, receive this deliverance right now. നിന്നെ ഭയപ്പെടുത്തുന്ന ചില അനുഭവങ്ങൾ, നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന അനുഭവങ്ങൾ, അലട്ടുന്ന അനുഭവങ്ങൾ, ഉറക്കത്തിൽ പോലും സ്വൈര്യം തരാത്ത അവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകുന്നു. നദി ഒഴുകുന്നു. ചൂട് പിടിച്ച് ചൂള കത്തുന്നത് പോലെ കത്തുന്ന ചില ജീവിതങ്ങളിലേക്ക് ഈ നദി ആശ്വാസമായി ഒഴുകി വരുന്ന സമയമാണ്. In the name of Jesus. Come on. ഈ നദി ആരുടെയൊക്കെയോ ജീവിതങ്ങളിലേക്ക് ഒഴുകുന്നു. ആരുടെയൊക്കെയോ ഹൃദയങ്ങളിലേക്ക് ഒഴുകുന്നു. നനയ്ക്കുവാൻ, തണുപ്പിക്കുവാൻ, തളിർപ്പിക്കുവാൻ ഈ നദി ഒഴുകുന്നു. എന്താ ഈ നദിയുടെ പ്രത്യേകത? ഇത് വന്നാൽ മണ്ണ് നനയും, ഇത് വന്നാൽ വേര് നനയും, നനഞ്ഞാൽ മരം തണുക്കും, വേര് തണുക്കും, തണുത്താൽ ഫലം പുറപ്പെടും, തണുത്താൽ ഫലം പുറപ്പെടും, ഫലത്തിന് മധുരം കൂടും, ഫലത്തിന് മധുരം കൂടും. സോ ഈ നദി നിന്നിലേക്ക് എത്തണ്ട. ഇതാ ശത്രുവിന്റെ വാദം. ഈ തണുപ്പ് നിന്നിലേക്ക് എത്തണ്ട. ഇതാ പിശാചിന്റെ വാദം. ഈ തണുപ്പ് നീ അനുഭവിക്കണ്ട. ഇതാ സാത്താന്റെ വാദം. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആ വാദത്തെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. ഇതിനാ നിന്റെ പ്രാർത്ഥന കെട്ടിയത്. ഇതിനാ നിന്റെ കൂട്ടായ്മയെ ബന്ധിച്ചത്. ഇതിനാ നിന്റെ വിഷൻസിനെ കെട്ടിയത്. ഇപ്പോൾ അത് അഴിഞ്ഞ് സ്വതന്ത്രമാകുക. In the name of Jesus. പിതാവേ, ജനത്തെ അങ്ങയുടെ കൈകളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച ജീവനുള്ള തിരുമൊഴിക്കായി സ്തോത്രം. അങ്ങയുടെ തോട്ടം കാപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളോട് സംസാരിച്ച ഈ വചനം പോലെ ആ നദി ഞങ്ങളിലേക്ക് ഒഴുകണമേ. പരിശുദ്ധാത്മാവെന്ന ജീവജല നദി ഞങ്ങളിലേക്ക് അളവില്ലാതെ ഒഴുക്കണമേ കർത്താവേ. അളവില്ലാതെ ഒഴുക്കണമേ കർത്താവേ. ഞങ്ങൾക്ക് ദാഹിക്കുന്നു. അങ്ങയുടെ ആത്മാവിനെ അളവില്ലാതെ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. അങ്ങയുടെ ആത്മാവ് കൊണ്ട് ഞങ്ങളെ തണുപ്പിക്കണമേ. ഞങ്ങളുടെ വേരുകളെ നനയ്ക്കണമേ. ഞങ്ങളെ തളിർത്ത് ഫലം കായ്ക്കുവാൻ അനുഗ്രഹിക്കണമേ. ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.
പ്രിയപ്പെട്ട ദൈവജനമേ, ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഒപ്പം എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും മുടക്കങ്ങളില്ലാതെ നടക്കുന്ന ഞങ്ങളുടെ ഈ ഓൺലൈൻ മീറ്റിങ്ങിൽ നിങ്ങൾ പങ്കെടുക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ വളരെ സഹായകരമായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ ഈ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ സ്പർശിക്കും. ഇന്നത്തെ സന്ദേശത്തിൽ അനേകരെ ദൈവം തൊട്ടിട്ടുണ്ട്. അനേകരുടെ ജീവിതത്തിൽ ഡെലിവറൻസ് നടന്നിട്ടുണ്ട്. നിങ്ങളുടെ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ ഈ നമ്പറിൽ ഞങ്ങളെ വാട്സാപ്പിൽ അറിയിച്ചാൽ ഞങ്ങൾക്കത് വളരെ സന്തോഷമായിരിക്കും. ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. എല്ലാ ദിവസത്തെയും ഈ മെസ്സേജുകൾ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താട്ടെ. കർത്താവ് അതിൻ്റെ പ്രതിഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരും. നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു.